നമസ്കാരം, സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചിലർക്ക് ജീവിതത്തിൽ എപ്പോഴും ഭാഗ്യത്തിന്റെ പിന്തുണയുണ്ടാകും. അവർ എല്ലാ കാര്യങ്ങളിലും വിജയിക്കുകയും ചെയ്യും. എന്നാൽ മറ്റു ചിലർക്ക് അങ്ങനെയൊരു ഭാഗ്യം ഇല്ലാതെ പോകുന്നു. ഒന്നിച്ചു പഠിച്ച പലരും ഉന്നത നിലയിലെത്തുമ്പോൾ ചിലർക്ക് അത് സാധ്യമാകാതെ പോകുന്നതും ഇതേ ഭാഗ്യദോഷം കൊണ്ടാകാം. പഠിക്കാൻ മിടുക്കരല്ലാത്തവരും ഭാഗ്യം കൊണ്ട് വലിയ നേട്ടങ്ങൾ കൈവരിക്കാറുണ്ട്. ഇന്ന് പരിചയപ്പെടുത്തുന്നതും ഭാഗ്യ തടസ്സം മാറി ഭാഗ്യം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ലക്ഷ്മി മന്ത്രത്തെയാണ്. ശ്രീ മഹാലക്ഷ്മി ഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും വിജയത്തിന്റെയും ദേവതയാണ്. അതിനാൽ ഏത് കാര്യത്തിലും വിജയം വരിക്കാൻ മഹാലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിക്കണം. ലക്ഷ്മി ദേവിയെ 8 രൂപത്തിൽ ആരാധിക്കുന്നുണ്ട്. ആദിലക്ഷ്മി, ധാന്യലക്ഷ്മി, ധൈര്യലക്ഷ്മി അഥവാ വീരലക്ഷ്മി, ഗജലക്ഷ്മി, സന്താനലക്ഷ്മി, വിജയലക്ഷ്മി, ധനലക്ഷ്മി, വിദ്യാലക്ഷ്മി എന്നീ ഭാവങ്ങളിലാണ് ഐശ്വര്യദേവതയെ ആരാധിക്കുന്നത്. ഈ ഭാവങ്ങൾ എല്ലാം ചേർന്നതാണ് അഷ്ടലക്ഷ്മി എന്നു പറയുന്നത്. ജീവിതത്തിൽ നമുക്ക് വിദ്യ, ധനം, ആരോഗ്യം, കരുത്ത്, അധികാരം, ആൾബലം തുടങ്ങി എന്തെല്ലാം ഉണ്ടെങ്കിലും ഭാഗ്യമില്ലെങ്കിൽ ഇവ ഒന്നും കൊണ്ടും ഒരു പ്രയോജനവും ലഭിക്കില്ല. ഭാഗ്യമുണ്ടെങ്കിലേ അനുഭവയോഗമുണ്ടാകൂ. ജാതകദോഷം, ഈശ്വരാധീനമില്ലായ്മ തുടങ്ങി വിവിധ കാരണങ്ങളാൽ അനുഭവയോഗം കുറയാറുണ്ട്. ഇത് പരിഹരിച്ച് ഭാഗ്യസിദ്ധിക്ക് ജപിക്കാവുന്ന മന്ത്രമാണ് ഇവിടെ പറയുന്നത്. ഇത് ജപിച്ച് നിത്യവും ലക്ഷ്മിദേവിയെ ഭജിച്ചാൽ സൗഭാഗ്യവും സമൃദ്ധിയും കൂടെ വരും. മന്ത്രം ഇതാണ്. ഭാഗ്യസിദ്ധിക്കായി ദേവിയെ പൂജിക്കുന്നവർ നിത്യവും ഉരുവിടേണ്ട മന്ത്രം ഇതാണ്. വെള്ളിയാഴ്ചയാണ് ഈ മന്ത്രം ജപിക്കാൻ ഏറ്റവും നല്ല ദിവസം. പൂജാമുറിയിൽ നെയ്യ വിളക്ക് കത്തിച്ച് വെച്ച് മന്ത്രം ഉരുവിടാം. മന്ത്രോച്ചാരണവേളയിൽ ചന്ദനത്തിരി കത്തിക്കുകയും ദേവിക്ക് പുഷ്പാർച്ചന നടത്തുന്നതും വേഗം ഫലം നൽകും. രാവിലെ കുറഞ്ഞത് 9 തവണ മന്ത്രം ജപിക്കണം. കുറഞ്ഞത് 11 ദിവസം മന്ത്രം മുറതെറ്റാതെ ഉരുവിടുന്നവരുടെ ജീവിതത്തിൽ സൗഭാഗ്യം കടന്നുവരും എന്നാണ് വിശ്വാസം. വ്യാപാര വിജയത്തിനും വാണിജ്യ പുരോഗതിക്കും ശ്രീ മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്താൻ ഉത്തമമായ ഒരു മന്ത്രമാണ് സിദ്ധലക്ഷ്മി മന്ത്രം. ദിവസവും സന്ധ്യയ്ക്ക് ശ്രീദേവിയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിവെച്ച് 108 തവണ വീതം ഈ മന്ത്രം ജപിക്കണം. കുറച്ചുനാൾ സിദ്ധലക്ഷ്മി മന്ത്രം പതിവായി ജപിച്ചാൽ വ്യാപാരത്തിലും വാണിജ്യത്തിലും അത്ഭുതകരമായ വിജയം നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. ബിസിനസ്സിൽ മാത്രമല്ല, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും എല്ലാ വിധത്തിലുമുള്ള ഉയർച്ചയ്ക്കും ഉത്തമമായ അത്ഭുതകരമായ ഫലസിദ്ധി പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു സിദ്ധലക്ഷ്മി മന്ത്രവും പ്രസിദ്ധമാണ്. മന്ത്രം ഇതാണ്. ഈ മന്ത്രം ദിവസവും സന്ധ്യയ്ക്ക് ശ്രീദേവിയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിവെച്ച് 108 തവണ ജപിക്കണം. ഈ മന്ത്രങ്ങൾ ജപിക്കാൻ പ്രത്യേകിച്ച് വ്രതനിഷ്ഠകൾ ബാധകമല്ല. എന്നാൽ ശരീരശുദ്ധിയും മനഃശുദ്ധിയും ബാധകമാണ്. ജപിക്കുന്നത് വൃത്തിയും ശുദ്ധിയുമുള്ള ഒരു സ്ഥലത്തിരുന്ന് വേണം. അതുപോലെ ദൗർഭാഗ്യം നീങ്ങി ഭാഗ്യം കൈവരിക്കാൻ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ദേവീക്ഷേത്രത്തിൽ നടത്തുന്നത് നല്ലതാണ്. അതുപോലെ കുറച്ച് കല്ലുപ്പ് മുറിയുടെ കിഴക്കേ മൂലയിൽ വയ്ക്കുന്നതിലൂടെ ആ മുറിയിലെ നെഗറ്റീവ് എനർജി നീക്കാൻ സാധിക്കും. ഉപ്പ് ഒരു പാത്രത്തിൽ വയ്ക്കുക. ഈ ഉപ്പ് അലിഞ്ഞു തുടങ്ങിയാൽ എടുത്തുകളയുകയും പുതിയത് അതേ സ്ഥാനത്ത് വീണ്ടും നിറയ്ക്കുകയും വേണം. അതുപോലെ ചന്ദനത്തിരി പുകയ്ക്കുന്നതും ദൗർഭാഗ്യത്തെ അകറ്റാനും ഐശ്വര്യമുണ്ടാകാനും നല്ലതാണ്. അതുപോലെ ചരട്ടിൽ കോർത്ത് താക്കോൽ കയ്യിൽ വയ്ക്കുന്നത് ദൗർഭാഗ്യം അകറ്റുമെന്നും 3 താക്കോലുകൾ ഒന്നിച്ചു സൂക്ഷിക്കുന്നതിലൂടെ ധനം, ആരോഗ്യം, പ്രണയം എന്നിങ്ങനെ 3 വാതിലുകൾ തുറക്കുമെന്നുമാണ് വിശ്വാസം. അതുപോലെ വീട്ടിലെ അക്വേറിയത്തിൽ ഗോൾഡ് ഫിഷുണ്ടാകുന്നത് ദൗർഭാഗ്യം ഇല്ലാതാക്കി സൗഭാഗ്യം കൊണ്ടുവരാൻ നല്ലതാണ്. 8 ഗോൾഡ് ഫിഷും 1 കറുത്ത മത്സ്യവും കൂടി ഇതോടൊപ്പം വേണം. മനക്ലേശവും സമ്മർദ്ദവും കുറക്കാനും അക്വേറിയം ഉപകരിക്കും. വീട്ടിന്റെ
വടക്ക് കിഴക്കേ മൂലയിൽ ഒരു ബൗളിൽ താമര നട്ടുവളർത്തുന്നതും ഭാഗ്യം ഉണ്ടാക്കാൻ നല്ലതാണ്. കുബേരമൂലയിൽ താമര വളർത്തുന്നത് വീട്ടിന് ഐശ്വര്യം നൽകും. ഭാഗ്യദോഷത്തിന് പരിഹാരമായി രത്നങ്ങളും ധരിക്കാവുന്നതാണ്. ഭാഗ്യാധിപനായ ഗ്രഹത്തിന് ബലക്കുറവുണ്ടെങ്കിൽ അതിനെ ബലപ്പെടുത്തുന്നത് ഭാഗ്യവർദ്ധനവ് നൽകും. ജാതകപ്രകാരമുള്ള ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതും ഉത്തമമാണ്.